കോൺഗ്രസിന്റെ എംപിമാർ ഇപ്പോൾ പ്രതിഷേധിക്കുന്നത് ജന്തർ മന്ദറിലല്ല, പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലാണ്. പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിലാണ് അവിടെ പ്രതിഷേധം നടക്കുന്നത്. കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരത്തിന് കോൺഗ്രസ് പിന്തുണ ഇതുവരെയും നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ കോക്രോച്ച് ജനതാ പാർട്ടിയുടെ സമരപന്തലിലേക്ക് കോൺഗ്രസ് നേതാക്കൾ എത്തുകയില്ല. പക്ഷേ പകരം ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധിക്കുന്നത് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുൻപിലാണ്. അതിന്റെ പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാട്ടുന്നത് വിദ്യാർത്ഥികൾക്കെതിരെ ഇന്നലെ മാർച്ച് നടത്തിയ വിദ്യാർത്ഥികൾക്കെതിരെ ഉണ്ടായ അക്രമം, അതിന്റെ കാരണക്കാരനായിട്ടുള്ള പ്രധാനമന്ത്രി രാജിവെക്കണമെന്ന ആവശ്യമുയർത്തിയാണ് ഇപ്പോൾ എന്തായാലും പ്രതിപക്ഷ നിരയിൽ നിന്ന് കോൺഗ്രസ് ഒറ്റക്കെട്ടായി ഈ സമരത്തിൽ പങ്കെടുക്കുന്നത്. എംപിമാർ ഉൾപ്പെടെ ഈ സമരത്തിൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കൊപ്പം പങ്കെടുക്കുന്നുണ്ട്. അതോടൊപ്പം പ്രിയങ്ക ഗാന്ധി അവിടെ പങ്കെടുക്കുന്നുണ്ട്. ഒപ്പം തന്നെ കർണാടകയുടെ കോൺഗ്രസ് മുഖ്യമന്ത്രിയായ DK ശിവകുമാർ ഉൾപ്പെടെയുള്ളവർ ഈ സമരത്തിൽ പങ്കെടുക്കുന്നുണ്ട്. സമരം എത്രത്തോളം ഇനി വരും ദിവസങ്ങളിൽ കൂടുതൽ തീക്ഷ്ണമാകും? മാത്രമല്ല, ധർമ്മേന്ദ്ര പ്രധാന്റെ രാജി സംബന്ധിച്ചോ ഒന്നും ഒരു നിലപാടിലേക്ക് പോകാത്തിടത്തോളം കാലം പാർലമെന്റ് കൂടി ചേരുന്ന സമയമാണ്. ഇപ്പോൾ സമരത്തിന്റെ രീതികൾ എങ്ങനെ മാറാൻ സാധ്യതയുണ്ട് വിഷ്ണു? പാർലമെന്റിൽ ഇന്നലെ വർഷകാല സമ്മേളനം ആരംഭിച്ച ഉടൻ തന്നെയാണ് ഇത്തരത്തിലൊരു വലിയ പ്രതിഷേധത്തിലേക്ക് അല്ലെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു വിദ്യാർത്ഥി നീക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അതിനെ വലിയ ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് നേരിടുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ടിയർ ഗ്യാസും അതോടൊപ്പം തന്നെ ലാത്തി ചാർജും വ്യാപകമായി ഡൽഹിയിൽ നടക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് പാർലമെന്റിന്റെ വർഷകാല സമ്മേളനത്തിൽ ആദ്യ 2 ദിനങ്ങൾ പൂർണ്ണമായി ഈ വിദ്യാർത്ഥികൾക്ക് നേരെയുണ്ടായ പോലീസ് നടപടിയെ ചൊല്ലി പ്രക്ഷുബ്ധമാകുന്നത്. ഇന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിയേണ്ടി തന്നെ വന്നു. എന്നിരുന്നാൽ തന്നെയും ഈ സമരവുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് കോക്രോച്ച് ജനതാ പാർട്ടി പ്രവർത്തകരും നേതാക്കളും തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ പാർലമെന്റ് മാർച്ച് ഇനി എപ്പോൾ ഉണ്ടാകുമെന്നത് സംബന്ധിച്ച ഒരു ഔദ്യോഗിക പ്രഖ്യാപനം എന്തായാലും കോക്രോച്ച് ജനതാ പാർട്ടിയുടെ ഭാഗത്തു നിന്നുണ്ടാകണം. പക്ഷെ അതേസമയം തന്നെ ഇന്നലെ നടന്ന പ്രതിഷേധത്തിൽ നിരവധി വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റിട്ടുള്ളത്. പലരുടെയും നില ഗുരുതരമായി തന്നെ തുടരുകയാണ്. 21 വയസ്സുള്ള ഒരു പെൺകുട്ടി ഡൽഹി RML ആശുപത്രിയിൽ അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയുമാണ്. ഇന്നിപ്പോൾ പ്രതിപക്ഷ പാർട്ടി നേതാക്കൾ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ളവരും നൽകിക്കൊണ്ടിരിക്കുന്നത്. വി ബാലഗോപാൽ കൂടി ചേരുന്നുണ്ട്. ബാലു, രാഹുൽ ഗാന്ധി ഉൾപ്പെടെ പ്രതിപക്ഷ നിര ഈ പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം അറിയിക്കുന്നു. കഴിഞ്ഞ ദിവസത്തെ പോലീസ് നടപടി, തുടർന്നുണ്ടായ സംഭവങ്ങൾ, അക്രമ സംഭവങ്ങൾ, ഇതിലൊക്കെ എന്ത് നടപടി ആവശ്യപ്പെടുന്നു? പ്രധാനമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള രീതിയിലേക്ക് പോകുമ്പോൾ എന്താണ് പ്രതിപക്ഷ എംപിമാർ നൽകുന്ന സന്ദേശം? അവരുടെ ഐക്യദാർഢ്യം ലോക് കല്യാൺ മാർഗിന് മുന്നിലാണോ ഇപ്പോൾ? അതിൽ ആ ഭാഗത്താണോ ഇപ്പോൾ സമരം നടക്കുന്നത്? പ്രതീക്ഷ, കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് തികച്ചും അപ്രതീക്ഷിതമായ ഒരു നീക്കമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 7 ലോക് കല്യാൺ മാർഗിന് തൊട്ട് മുന്നിലാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഈ പ്രതിഷേധ സമരം നടക്കുന്നത്. ഇന്ന് വൈകിട്ട് 3 മണിക്ക് കോൺഗ്രസിന്റെ എല്ലാ എംപിമാരോടും മല്ലികാർജ്ജുന ഖാർഗെയുടെ വസതിയിൽ എത്തുവാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നു. ഖാർഗെയുടെ പിറന്നാൾ ഈ ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് അങ്ങനെ ലോക്സഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ എംപിമാരോടും കോൺഗ്രസ് എംപിമാരോടും ഈ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഔദ്യോഗിക വസതിയിൽ എത്തുവാൻ വേണ്ടി നിർദ്ദേശിച്ചിരുന്നത്. തുടർന്ന് ഈ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അവിടെ എത്തുകയും പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ മല്ലികാർജ്ജുന ഖാർഗെയുടെ ഔദ്യോഗിക വസതിയിൽ നിന്ന് പിന്നീട് ഈ ലോക് കല്യാൺ മാർഗിലേക്ക് മാർച്ച് നടത്തുകയുമാണ് ഉണ്ടായിരിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ പോലീസിന് പോലും ഇത് സംബന്ധിച്ചുള്ള യാതൊരു വിവരവും ഇല്ലായിരുന്നു. ഈ നിലവിൽ കോൺഗ്രസ് എംപിമാർ ഈ പ്രധാനമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ 7 ലോക് കല്യാൺ മാർഗിലെ പ്രധാനമന്ത്രി സഞ്ചരിക്കുന്ന പാതയിൽ, ആ പാതയ്ക്ക് തൊട്ടു മുന്നിൽ, അതായത് പ്രധാനമന്ത്രിയുടെ ഈ വാഹന വ്യൂഹം കടന്നു പോകുന്ന ഈ ഗേറ്റിന് സമീപത്താണ് ഇപ്പോൾ എംപിമാർ അവിടെ ധർണയിരിക്കുന്നത്, കുത്തിയിരിക്കുന്നത്. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. ഈ സ്ഥലം എന്ന് പറഞ്ഞാൽ ഡൽഹിയിലെ ഏറ്റവും അതീവ സുരക്ഷിത സ്ഥലങ്ങളിൽ സെക്യൂരിറ്റി സോൺ എന്നറിയപ്പെടുന്ന മേഖലയാണ്. അവിടെ വാഹനങ്ങൾ പോലും പാർക്ക് ചെയ്യുന്നതിന് യാതൊരു തരത്തിലുള്ള പാർക്ക് ചെയ്യാൻ വേണ്ടി അനുമതി ഉള്ള ഒരു സ്ഥലമല്ല. അവിടേക്കാണ് ലോക്സഭയിലെയും രാജ്യസഭയിലെയും കോൺഗ്രസ് എംപിമാർ രാഹുൽ ഗാന്ധിക്കൊപ്പം എത്തി അവിടെ ഇപ്പോൾ പ്രതിഷേധം ഇങ്ങനെ ഒരു പ്രതിഷേധം അവിടെ നടക്കാൻ സമ്മതിക്കില്ല പോലീസിന്റെ ഭാഗത്തുനിന്ന്. അങ്ങനെയെങ്കിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടികളിലേക്ക് അവരെ അറസ്റ്റ് ചെയ്ത് മാറ്റാനുള്ള നീക്കങ്ങളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത്.